വണ്ടി എല്ലാ ആണുങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ആണുങ്ങൾക്ക് നല്ല എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ്. വണ്ടി ഇഷ്ടമാണോ? എനിക്ക് വണ്ടി ഇഷ്ടം. എന്നാലും ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ലേ വണ്ടി. എനിക്ക് പിന്നെ ഇഷ്ടം എന്ന് പറയാൻ എനിക്ക് വിന്റേജിനോടാ താല്പര്യം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്. അത് അത് അതാ ഞാൻ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കാത്തെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾക്കൊരു 67 മസ്റ്റാങ് ഉണ്ട്, 1967 40സിലൊരു പോഷൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താ കാണിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. അതായത് കളക്റ്റബിൾസ് ആണെങ്കിലും അപ്പം നമ്മളിത് നമ്മുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 4 ദിവസം കഴിയുമ്പോൾ അത് വിൽക്കും, എന്നിട്ട് അതേപോലെ വേറെ വണ്ടി എടുക്കുമായിരിക്കും. അപ്പൊ കളക്റ്റബിൾസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അപ്പോഴും കൂടുതൽ താല്പര്യം പഴയ വണ്ടികളോടാണ്. പിന്നെ ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾ യൂണിറ്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ UK മലയാളീസിന് വേണ്ടി മാത്രം ഞാനൊരു കമ്മ്യൂണിറ്റി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 6 മാസം 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആവും. കാരണം ഞങ്ങളുടെ തന്നെ ഒരു ഗാരേജ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വണ്ടി ഒന്ന് പണിയാം അവിടെ. ഇപ്പം താല്പര്യമുള്ള ഒരാളുണ്ട്, അവർക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ ദേ കൻ കം ഓവർ. നമ്മുടെ റാമ്പ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഫ്രീ ആയിട്ട് ഒന്ന് വണ്ടി ബിൽഡ് ചെയ്യാം. പ്രൊജക്ട് കാർ എന്ന് വെച്ചാൽ ബ്രാൻഡ് ന്യൂ വണ്ടി വാങ്ങിച്ചു വന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറയരുത്. പ്രൊജക്റ്റ് ആയിട്ടൊരു വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ബിൽഡ് ചെയ്യാം. അതാണ് ഞങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം. വണ്ടിയുടെ സൈഡിൽ എനിക്ക് UK അത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ബാക്കി കമ്പനീസ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് പോയിക്കോളും. ഇതാണ് നമ്മുടെ ഒരു താല്പര്യം. എത്ര വണ്ടികളുണ്ട് കൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ? കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട്? പറയാത്തത് കയ്യിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട്. പല ആൺകുട്ടികളുടെ ഡ്രീമാണത് അല്ലേ? അത് അച്ചീവ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അത് ഈസിയാ. അത് നമ്മളൊരു അതാ പറഞ്ഞ ഒരു ടാർഗറ്റ് വേണം. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത്. ഇപ്പൊ അവിടെ വണ്ടിക്കൊന്നും വലിയ വിലയില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ ഇവിടത്തെക്കാട്ടും ഭയങ്കര ചീപ്പാ. വണ്ടികളൊക്കെ വളരെ ചീപ്പാ. അത് ഏത് ലെവൽ ഓഫ് ചീപ്നെസ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കും. നല്ല വണ്ടി വേണമെങ്കിൽ നല്ല വിലയുണ്ട്. എന്നാലും ഒരു 20,000 താഴെ. അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു LC എടുക്കണമെങ്കിൽ ഇപ്പൊ ലാൻഡ് ക്രൂസർ ഒരെണ്ണം വേണമെങ്കിൽ ഇവിടത്തെ 1 കോടിക്ക് അടുത്ത് കൊടുക്കണ്ടേ. അവിടെ നമുക്ക് 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം 20 ആ റേഞ്ച് കിട്ടും. അത് ഒരു പഴയത് തൊട്ട് പുതിയത് വരെ 8,000-ലൊക്കെ തുടങ്ങും. എനിക്ക് ഈ ഓഫ് റോഡിങ് ക്ലബ്ബ് അതിലൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത്. വണ്ടി വളരെ ചീപ്പാണ്. അതുകൊണ്ടല്ലേ അത്രയും വണ്ടിയൊക്കെ വെറുതെ എടുത്തിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയൊക്കെ വാങ്ങിയിടാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല. വണ്ടിയൊക്കെ അവിടെ ചീപ്പാ. ബിൽഡ് ചെയ്യാനായി ബുദ്ധിമുട്ട്. ഇപ്പൊ പെട്രോൾ വാങ്ങിച്ച ഭയങ്കര നിസ്സാര പൈസക്കാ. 14,000-15,000 പൗണ്ടിനാണ് പെട്രോൾ വാങ്ങിച്ചത്. പക്ഷെ പെട്രോൾ പണിയാൻ അതിനൊരു 5 ഇരട്ടി മുടക്കണം. കാരണം സ്ട്രിപ്പ് ചെയ്ത് മുടക്കി. അപ്പം റീസ്റ്റോറേഷൻ ആണ് ഉദ്ദേശമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലെങ്കിൽ സാധാ ഒരു വണ്ടി ഓടിച്ച് നടന്നാൽ മതിയെങ്കിൽ ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. എല്ലാവർക്കും വണ്ടി അഫോർഡബിൾ ആണ്. അവർക്ക് ട്രാവൽ ചെയ്യാൻ ശരിക്കും ഇഷ്ടമാണോ? മടിയന്മാരൊക്കെ ഉണ്ടാവില്ലേ? അവർക്ക് ഒരു മടിയില്ല. ആകെ മടിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാനേ മടിയുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമേ മടിയുള്ളൂ. അല്ലാണ്ട് അവർക്ക് ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചാടി ഇറങ്ങും. റോളക്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? തലയെല്ലാം പുറത്തിട്ട് അവന്റെ ചെറിയെല്ലാം കൂടി ഇങ്ങനെ ആടും, ചെവിയെല്ലാം കൂടെ ആടി അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യും. ലിയോയ്ക്ക് ഫ്രണ്ട് ഇരിക്കണം, റോളക്സിന് ബാക്കി ഇരിക്കണം. കാറിലെ BM-ലാണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ. ഭീകരൻ ഇതുവരെ എവിടെ ഇരിക്കണം തീരുമാനിച്ചിട്ടില്ല.